സ്വാതന്ത്ര്യത്തിൻ്റെ 1-ാം വർഷം. ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കും ഇത് എന്താണ് ഈ സംഭവം എന്നല്ലേ. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ 1-ാം വർഷം ഇന്ന് തികഞ്ഞിരിക്കുന്നു. 2024 സെപ്റ്റംബർ 11 സ്വാതന്ത്ര്യത്തിൻ്റെ പടി ചവിട്ടി കയറിയതാണ് ഞാൻ. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്ക് വെറും വാക്കല്ല, അതിന് പലയും അർത്ഥങ്ങളുമുണ്ട്. പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. അത് അനുഭവിച്ച് അതിൻ്റെ മാധുര്യം നുണഞ്ഞവർക്ക് മാത്രമേ സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. അതിൻ്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞവർക്ക് മാത്രമേ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വിലയുള്ളതായി ഒരു നാളിൽ തോന്നുന്ന ആ നേരത്ത് ചിലപ്പോൾ സ്വാതന്ത്ര്യം നമ്മളിൽ നിന്നും കൈവിട്ടു പോയേക്കാം. അതുകൊണ്ട് നമ്മളിലെ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യങ്ങൾ എല്ലാം വളരെ വിദഗ്ധമായൊന്നും സംസാരിക്കുവാൻ എനിക്കറിയില്ലെങ്കിലും അക്കോർഡിംഗ് ടു മൈ ലൈഫ്, എൻ്റെ ജീവിതം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരിലും അടങ്ങിയിരിക്കുന്നതാണ്. നമുക്കുണ്ടാവേണ്ട സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എപ്പോൾ കരയണം, എപ്പോൾ ചിരിക്കണം, മനസ്സിനെ എപ്പോൾ നിയന്ത്രിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ മാത്രമാണ് തീരുമാനിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഒരിക്കലും മറക്കണ്ട, സ്വാതന്ത്ര്യം അത് നമ്മൾ കഴിക്കുന്ന മിഠായി അല്ലെങ്കിൽ തേന്, അമൃതിനേക്കാളും ഏറ്റവും മാധുര്യമേറിയതാണ്. ബൈ.